ഈ പടത്തിൽ തന്നെ ഒരു ചെളിയിലെ പാടത്തിൽ വെച്ചിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ചന്ദ്രോത്സവത്തിൽ. ആ ഫൈറ്റ് സീക്വൻസിൽ ലാൽ സാറായിരുന്നു ഒറ്റയ്ക്കും, ബാക്കി കുറേ ഭീമൻ രഘു ഉണ്ടായിരുന്നു, കുറേ ആക്ടേഴ്സ് ആൻഡ് വില്ലന്മാരും ഉണ്ട്. അപ്പോൾ ഇത് എനിക്കറിയാം ഇറ്റ് ഈസ് വെരി ടഫ് ഫൈറ്റാണ്. കാരണം ചെളിയിൽ ഫൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള 2 പടങ്ങൾ എന്താണെങ്കിൽ, ഒന്ന് മുതൽവനിൽ അർജുൻ ഫൈറ്റ് ചെയ്യുന്നത്, ಇನ್ನೊಂದು കരുമാടിക്കുട്ടൻ ഞാൻ ചെയ്ത പടത്തിലെ മണിയുടെ ഫൈറ്റിങ്. ആ അതിൽ വന്ന് 2 പടം കമ്പയർ ചെയ്യുകയാണെങ്കിൽ മണി ചെയ്തതാണ് കുറച്ചുകൂടെ റസ്റ്റിക്കായിട്ട് ആ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചെളി ഫൈറ്റ് നേരത്തെ ചെയ്തിട്ടുള്ള കാര്യം ലാൽ സാറെ പറഞ്ഞു. അപ്പോൾ ലാൽ സാർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് വേറെ സ്റ്റൈലിലാണ് പിടിച്ച് നോക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി. വളരെ നാച്ചുറൽ ഫൈറ്റാണ്, ഒരു ഓർഗനൈസ്ഡ് ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലാൻഡ് ഫൈറ്റില്ല. അപ്പം ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ കണ്ണിൽ മുന്നിൽ നടക്കുന്നത് പോലെ പുള്ളിയുടെ ആക്ഷൻസൊക്കെ ഭയങ്കര. പക്ഷേ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത്, ക്യാമറയിൽ ഒരു മറ്റേ സ്റ്റണ്ട് മാസ്റ്റേഴ്സോ അസിസ്റ്റൻസോ പുള്ളി ഡയറക്റ്റായിട്ട് ബീറ്റ് ചെയ്യില്ല. പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര പവർഫുള്ളായി ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ. കാരണം അത്രയ്ക്ക് ആംഗിൾ വെരി കോൺഷ്യസാണ്. ഒരു ക്യാമറ എവിടെ ഇരിക്കുന്നത്, ക്യാമറയുടെ ആ ഗ്യാപ്പ് കാണാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഫേസ് അടിക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ തന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പുള്ളി മാറ്റിയിട്ട് ഇങ്ങനെ ഒരു, ഇപ്പോൾ ഓക്കെയാണെന്ന് നമ്മൾ വിളിച്ച് ചോദിക്കാം, ഇപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഓക്കെയാണ്, അടിച്ചിട്ട് റഫായിട്ട് കാണിക്കും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ റിയലി ബീറ്റിംഗ് അങ്ങനെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഫൈറ്റ് എടുക്കുമ്പോൾ അണ്ണാ എന്തെങ്കിലും ഡിഫറെൻറ്റാണ് ചെയ്യണമെന്ന് എന്നെ അടുത്ത് വന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഷോട്ട് കട്ട് പറയും മാസ്റ്റർ, ത്യാഗരാജ മാസ്റ്ററായിരുന്നു, കട്ട് ചെയ്യണ്ട, കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഒരു ചെറിയ ട്രയൽ നടത്താൻ പോകുന്നു, അത് കിട്ടുവാണെങ്കിൽ ഭാഗ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസിൻ്റെ ക്യാമറ അസിസ്റ്റൻസ് മാത്രം പറഞ്ഞു, ക്യാമറ പെട്ടെന്ന് കട്ട് ചെയ്യരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് റിഹേഴ്സൽ കാണിക്കുമ്പോൾ ഇതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ടേക്ക് വരുമ്പോൾ നടക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ടെലി ലെൻസായിരുന്നു, അത് ഫോളോ ചെയ്ത് പോകും. 1 അടിച്ചു 2 അടിച്ചു 3 അടിച്ചു ഇങ്ങനെ ഭയങ്കര നാച്ചുറലായി കെട്ടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റിൽ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ വന്നപ്പം എൻ്റെ ക്യാമറ അസിസ്റ്റൻസ് അറിയില്ല ഞാൻ ഇങ്ങോട്ട് പാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ സ്പേസ് വിട്ടേക്ക് കട്ട് ചെയ്യാണ്ടാണ്. പുള്ളി എന്ത് ചെയ്ത് ക്യാമറയുടെ മുമ്പ് കറക്റ്റാണ് വേറെ ബ്ലോക്കായി ഇങ്ങനെ ക്യാമറ പാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി വിചാരിച്ച് ഫൈറ്റ് തീർന്നെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്യാമറ കട്ട് ചെയ്തില്ല, പക്ഷേ ഇതിൽ ബ്ലോക്ക് ചെയ്തപ്പം അവിടെ ഒരു ഫൈറ്റ്, ഒരു കയറി എന്നെ ചവിട്ടുന്ന പോലെ ഒരു മാസീവ് ഷോട്ടാണ്, അത് മിസ്സായിപ്പോയി. കട്ട് പറഞ്ഞപ്പോൾ മാസ്റ്റർ കട്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് ക്യാമറ ഓടി, പക്ഷേ ഈ ഷോട്ട് കിട്ടിയിട്ടില്ല. ലാൽ സാർ അത് കഴിഞ്ഞിട്ട് ആക്ഷൻ കഴിഞ്ഞിട്ട് എത്ര ദൂരത്തിൽ നിൽക്കുന്നത് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ റിയാക്ഷൻ കിട്ടാത്തത് കൊണ്ട് നേരെ ക്യാമറയിലേക്ക് നടന്നു വന്നിട്ട് അണ്ണാ കെട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ എസ് പറയണോ നോ പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഒന്നുകൂടെ എടുക്കാം. അപ്പം ഞാൻ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, പാൻ ചെയ്ത് സ്റ്റക്കായിപ്പോയി എന്ന് പറഞ്ഞു. അല്ല ഞാൻ കണ്ടു പുള്ളിക്കാരൻ കയറി വന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പം അത് തനിച്ച് വിളിച്ചാൽ പറഞ്ഞത്, അത് അയാളെ ഹർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ക്യാമറ അസിസ്റ്റൻ്റ് എനിക്ക് വേണ്ടി ഫുൾ പടം വർക്ക് ചെയ്യുന്നവർക്ക് ക്യാമറ അസിസ്റ്റൻ്റ് പെട്ടെന്ന് പറയേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പാൻ ചെയ്ത് ജർക്കായിപ്പോയി, അത് മിസ് ചെയ്തെന്ന് പറഞ്ഞപ്പം ഇല്ല തനിച്ച് വിളിച്ചിട്ട് അയാൾ കയറി വന്നില്ലേ ലെൻസിൻ്റെ മുമ്പ്. അപ്പോൾ അതാണ് ലാൽ സാറുടെ ഒരു ക്വാളിറ്റി. ഒരു 5 മിനിറ്റ്സ് ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫായി, കാരണം ഈ ഷോട്ട് കിട്ടിയിട്ടില്ല. കാരണം അത് നേക്കടയിൽ ഞാൻ കണ്ടപ്പം ആ ഷോട്ട് വളരെ പവർഫുള്ളായിരുന്നു. ക്യാമറയിൽ ഈ കക്ഷി ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഐ-പീസിൽ നിന്ന് കണ്ണെടുത്തിട്ട് നേരിൽ കോണ്ടാക്ട് ചെയ്തു. ആ കോണ്ടാക്റ്റിൽ തന്നെ ആ ഷോട്ട് എന്ത് ചെയ്തു എന്ന് ഞാൻ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആണ് സംഭവിച്ച് അദ്ദേഹം വളരെ അടുത്ത് നടന്നു വന്നിട്ടാണ് മറ്റേ നേരത്തെ അയാൾ മിസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഷോൾഡറിൽ തട്ടിയിട്ട് ഒന്നുകൂടെ വേണേൽ ട്രൈ ചെയ്യാന്ന്. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ, ലെന്തി ഷോട്ടാണ്, ഇറ്റ്സ് എ വെരി ലെന്തി ഷോട്ട്. അപ്പോൾ അടുത്ത് പോയി ഭീമ ഇട്ട് ഒന്നുകൂടെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. എന്താ ശരിയായില്ലേന്ന്,
പ്രശ്നമായാണ്. അല്ല, ഞാൻ എൻ്റെ ആക്ഷനിൽ ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. പുള്ളി ഏറ്റെടുത്ത്. നേരത്തെ ക്യാമറാസിൻ്റെ പ്രോബ്ലം വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തത്. പുള്ളി എൻ്റെ അടുത്ത് ചെവിയിലൊന്ന് പറഞ്ഞ് അയാളെ സേവ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ ഭീമൻ രഘുയുടെ അടുത്ത് പോയി പറഞ്ഞു, എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് നമുക്ക് തിരിച്ച് ചെയ്താലോ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. ഒരു ആക്ടർ വേണമെങ്കിൽ മൂഡ് ഓഫ് ചെയ്യാമായിരുന്നു, എന്നെ വേണമെങ്കിൽ പറയാമായിരുന്നു എന്താ ചെയ്യല്ല, അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ് ചീത്ത വിളിക്കാമായിരുന്നു, അല്ല അവിടെ പോയി പറയാമായിരുന്നു ക്യാമറമാൻ മിസ് ചെയ്തെന്ന് പറയാം. ഇതൊന്നുമില്ല. ഹീ ടുക്ക് എവറിത്തിങ് മിസ്റ്റേക്ക് പുള്ളിയുടെയാന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ എടുക്കണം. അപ്പോൾ ഒന്നുകൂടെ എടുത്തു, അത് നന്നായിട്ട് വന്നു. പക്ഷേ ഫസ്റ്റിൽ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് മിസ് ചെയ്ത് എനിക്കിപ്പം ആ ഗിൽറ്റി മാറാതെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സോങ്ങിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ജോവിയലായിട്ട് സോങ്ങിൻ്റെ ഇത് നമ്മൾ ഇതേപോലെയാണ്. കുറച്ച് വ്യത്യാസം ഊട്ടിയിൽ പോയിട്ട് ഊട്ടി അറിയാത്ത രീതിയിൽ നമ്മൾ കുറച്ച് പിക്ചറൈസേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഞാൻ ദൂരത്തിൽ വെച്ചിട്ട് കുറേ ടെലിലെൻസൊക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇത്ര ദൂരമാണ്, കമ്മ്യൂണിക്കേഷൻസ് പ്രോബ്ലം ഉണ്ടെങ്കിലും പുള്ളി അത് വളരെ കെയർഫുള്ളായിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, ആ ഒരു ടൈമിങ്ങും അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും ക്യാച്ച് ചെയ്യുന്നത് ഭയങ്കര ബ്രില്യൻ്റായിരുന്നു. പിന്നെ ചന്ദ്രോത്സവത്തിൽ ഓരോ സീൻ എടുക്കുമ്പോൾ എൻജോയ് തന്നെ ചെയ്ത് അതിലൊരു മഴ ഫൈറ്റുണ്ട്. അതേപോലെ മഴ ഫൈറ്റിലെയും ഇതേപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻഫുൾ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അത് വളരെ നാച്ചുറലായിട്ട്. അപ്പോഴാണ് എനിക്ക് പഴയ പടങ്ങൾ, അദ്ദേഹം ചെയ്ത പഴയ പടങ്ങൾ, കിരീടമാണെങ്കിലും ചെങ്കോലാണെങ്കിലും അല്ലെങ്കിൽ നരസിംഹം, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒരു ഗിമിക്സ് ഇല്ലാതെ തന്നെ ഇദ്ദേഹം നാച്ചുറലായിട്ട് ക്യാപ്ചർ ചെയ്യാൻ താല്പര്യമുള്ളൊരു ആക്ടറിന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഞാൻ കൂടുതൽ പടം ചെയ്ത് ലാൽ സാറുടെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അറബിയൊട്ടകം, മരുഭൂമിയിലുണ്ടാവുന്നത്, ഇന്നത്തെ ചിന്താവിഷയം, രസതന്ത്രം, അങ്ങനെ കുറേ പടങ്ങൾ, ചൈന ടൗൺ, ഡ്രാമ, മിനി ഫിലിം, ഏറ്റവും കൂടുതൽ ഫിലിംസ് ചെയ്ത ഒരു സ്റ്റാർ അദ്ദേഹമാണ്. ഒരേ ഒരു പടം മാത്രമേ ഇനി മിസ്സായി പോയത്, 2 പടങ്ങൾ മിസ്സായി. ഒന്ന് ഉസ്താദ് എന്ന് പറയുന്ന പടവും പിന്നെ തന്മാത്രയുടെ ലൊക്കേഷൻസ് എല്ലാം പോയി ഫിക്സ് ചെയ്തത് ഞാനാണ്. പക്ഷേ എൻ്റെ ഒരു തമിഴ് പടമായിട്ട് ഡേറ്റ്സ് ക്ലാഷ് ആയതുകൊണ്ട് എനിക്കത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. വെയിലിനൊരു പടം ഞാൻ പോയി ചെയ്യാമായിരുന്നു. തന്മാത്ര നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് കണ്ടു, പല ഡിസ്കഷൻ നടത്തി, ലാൽ സാറുടെ ഡേറ്റ്സൊക്കെ റെഡിയായിരുന്നു. അതിൽ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഒരു ചെറിയ പ്രോബ്ലം പറ്റി. അപ്പം അവർക്കൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഈ ഡേറ്റ് പെട്ടെന്ന് അവർ തന്നെ മാറ്റി. അപ്പം ഞാൻ വേറെ എല്ലാ പടങ്ങളും ക്യാൻസൽ ചെയ്തിട്ടാണ് തന്മാത്രയ്ക്ക് പോയത്. തന്മാത്രയിൽ പോയിട്ട് ബ്ലസ്സിയുടെ സ്ഥലമായ തിരുവല്ലാല ഗസ്റ്റ് ഹൗസിൽ പോയി നമ്മൾ സ്റ്റോറി എല്ലാം ഡിസ്കഷൻ ചെയ്ത്, എല്ലാ പ്രൊഡ്യൂസേഴ്സ് വന്നു, അവരെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അവർ ലാസ്റ്റിൽ അന്ന് എല്ലാ സ്റ്റോറിയും കേട്ടിട്ട് ഈവനിങ് ആകുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ട് അവർ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യണം പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയപ്പം എല്ലാവരും അപ്സെറ്റായി. ഇമ്മീഡിയറ്റ്ലി പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യാനോ ഒരു കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ ലാൽ സാർ പറഞ്ഞു, ഒരു പേടിക്കാണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ബ്ലസ്സി എൻ്റെ അടുത്ത് പറഞ്ഞു, അഴപ്പൻ ഇത് കുറച്ച് ലേറ്റാവില്ലേ, നിങ്ങൾ മറ്റേ പടം വേണമെങ്കിൽ ശങ്കർ ഓഫീസിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു, തമിഴ് ഡയറക്ടർ ശങ്കർ, പുള്ളി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചാന്തുപൊട്ട് കണ്ടിട്ട് ആ ചാന്തുപൊട്ടിക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ പടം ഒന്ന് നമുക്ക് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ തന്മാത്രയുടെ ഡേറ്റ് പോസ്റ്റ്പോണായി, ഇൻഫിനിറ്റി പോസ്റ്റ്പോണാണ്, എപ്പോൾ തുടങ്ങുന്ന ആർക്കറിയില്ല. അപ്പോൾ ബ്ലസ്സിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ പോയിട്ട് വാ, അപ്പം നമ്മൾ വന്നിട്ട് തുടങ്ങുന്നു. പക്ഷേ ഞാൻ അവിടെ പോയി വെയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന ടൈമിൽ തന്മാത്ര പെട്ടെന്ന് എല്ലാം പാച്ചപ്പായിട്ട് തുടങ്ങാൻ പോയി. അങ്ങനെ ഞാൻ തന്മാത്ര മിസ് ചെയ്തു. അത് വലിയൊരു എന്താ പറയുക, എൻ്റെ ഫിലിം കരിയറിലെ ബിഗ് ലോസ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ചന്ദ്രോത്സവം ലാസ്റ്റിൽ നമ്മൾ ക്ലൈമാക്സ് അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നത് ആൻഡോ ജോസഫ്.
ചേട്ടാ ലഞ്ച് ബ്രേക്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ് ലഞ്ച് ബ്രേക്കിൽ ഞാൻ ആൻഡോ എന്നെ തനിച്ച് വിളിച്ചുകൊണ്ട് പോയി. അടുത്ത ഏതാ പടം കമ്മിറ്റ് ചെയ്തിരിക്കാൻ? ഞാൻ പറഞ്ഞു അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന ആളല്ല, ഒരു പടം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഏതൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് പോകുന്ന ഒരു ക്യാമറമാനാണ് ഞാൻ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് ദിവസം, നന്നായിട്ട് ഒന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ട് ജോയിൻ ചെയ്ത ഒരു ക്യാമറമാൻ. കാരണം ഇൻ ബിറ്റ്വീൻ 16 വർഷം ഞാൻ സിനിമ വിട്ടിട്ട് പോയ ഒരാളാണ്. ആ ഗ്യാപ്പിൽ ഒരു തമിഴ് പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ വിട്ടുപോയത് കൊണ്ട് എനിക്ക് തിരിച്ച് കംബാക്ക് വന്നിട്ട് കുറച്ചുകൂടെ സോളിഡായിട്ട് നിൽക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് മെൻ്റൽ പ്രിപ്പറേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമ കഥ കേട്ടിട്ട് ചെയ്യാനൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആൻഡോ പറഞ്ഞ് നല്ലൊരു സിനിമ നമുക്ക് ചെയ്യണം, അടുത്ത സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സിനിമ ചെയ്യാം എന്താണ്, ലാൽ ജോസിൻ്റെ സിനിമ ആണ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി. ലാൽ ജോസ് അതിനു മുമ്പ് ഞാൻ മിഡി രണ്ടിലും ഒരു പാട്ടെടുക്കാൻ നാലില താലിയാന്ന് പറഞ്ഞിട്ട് പാട്ട് ക്ലാഷ് വർക്ക് അദ്ദേഹമാണ്. രഞ്ജിത്ത് കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട്, എഴുത്തിൽ ബിസി ആയതുകൊണ്ട് പടത്തിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് പിക്ചറൈസേഷൻ 1 ഡേ വർക്ക്, അങ്ങനെയുള്ള പരിചയമുണ്ട്. അല്ലാതെ കൂടുതൽ പരിചയമൊന്നുമില്ല. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടില്ല, ഞാനും പരിചയപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് ഒന്ന് ആ പടം വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, വർക്ക് ചെയ്യാം, ലാൽ ജോസ് ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ലാൽ ജോസ് ഇവിടെ ഇല്ല, ഫോറിൻ കൺട്രിയിലാണ്, വന്നിട്ട് നിങ്ങളെ വിളിക്കുമെന്ന്. അല്ല ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ആക്ടർ ലാൽ അന്ന് വൈകിട്ട് രാത്രി വിളിക്കുന്നു. അഴകപ്പൻ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷൊർണൂരിലാണ്. ഈ പടം കഴിഞ്ഞിട്ട് നേരെ കൊച്ചിക്ക് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വരാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ദിലീപ് വിളിക്കുന്നു. അങ്ങനെ ദിലീപിൻ്റെ സംസാരിച്ചു, അണ്ണാ ഒരു പടം നമുക്ക് ഉടനെ ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഡെഫിനറ്റാണ്, താങ്ക് യു എന്ന്. അപ്പോൾ ഞാൻ പിന്നെ ലാൽ വിളിച്ചു, പ്രൊഡ്യൂസർ ലാൽ വിളിച്ചു, ദിലീപ് വിളിച്ചു. ലാൽ ജോസ് ഞാൻ ചോദിക്കാതെ എങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റും? ഒരു ഡയറക്ടറാണ്, സിനിമാറ്റോഗ്രാഫേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറാണ്. ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ആ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ എൻ്റെ ഡയറക്ടർ വിളിക്കാതെ, അപ്പം ഇൻ്റർനാഷണൽ കോൾ കണക്ഷൻ ഇല്ല, വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് ലാൽ ജോസ് വിളിച്ചു. പുള്ളി വന്നിട്ടുണ്ട് എന്ന് ആൻഡോ വിളിച്ച് പറഞ്ഞ ശേഷം ഞാൻ വിളിച്ചു. ഇങ്ങനെ എന്നെ വിളിച്ചിരുന്നു, ലാൽ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു, ആൻഡോവും പറഞ്ഞിരുന്നു നിങ്ങളുടെ പടം ചെയ്യണമെന്ന്. ഓക്കെ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര ഇതായിട്ട് പുള്ളി പറഞ്ഞ് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് മാത്രം പറഞ്ഞ്. അപ്പം ഞാൻ കൊച്ചിയിൽ വന്ന് നിങ്ങളെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. സോ ഒരു സൈലൻറ്റ് റിയാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി, കൺഫ്യൂഷനായി. പുള്ളി ഹാപ്പി അല്ലേ, ഇവർ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് കമ്പൽ ചെയ്ത് തന്നെ അസൈൻ ചെയ്യാണെന്നൊരു ഡൗട്ട് വന്നിട്ട് വീണ്ടും ആൻഡോ വിളിച്ചു. ലാലിന് അത്ര ഹാപ്പി അല്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ വിളിച്ചപ്പം ഒന്നും പറഞ്ഞിട്ടില്ല, ഓക്കെ കാണാൻ മാത്രമേ പറഞ്ഞു, ഒറ്റ വാക്കിൽ തന്നെ എടുത്തിന്. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നുമില്ല, അടുപ്പിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ പോയി. അപ്പോൾ കഥ കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ബെന്നി പി നായരമ്പലം കഥ കേട്ട്. കഥ കേട്ടപ്പം കടൽ പടമാണ്, സീയിൽ നടക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഞാൻ മൊത്തം ടെൻഷനായി, ഈ പടം ചെയ്യണോ വേണ്ടാന്ന് ഒരു കൺഫ്യൂഷൻ വന്നു എനിക്ക്. അതിൻ്റെ കാരണം ഒന്നുമില്ല, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ചെമ്മീൻ. അത് കഴിഞ്ഞ് 91 വന്ന അമരം. ഈ രണ്ടും ക്ലാസിക് വേർഷനായിട്ട് കടൽ ഇത്ര മനോഹരമായിട്ട് പിക്ചറൈസേഷൻ. ഒന്ന് മാർക്കസ് ബാട്ട്ലെ, ഇന്നൊന്ന് മധു അമ്പാട്ട് സാർ. ഈ 2 പേരും കടലെ വേറെ ലെവലിലാണ് കാണിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അത് ദിലീപ് വരെ നായകൻ. അപ്പോൾ ഹ്യൂമർ, ആൾമോസ്റ്റ് ഹ്യൂമർ. അപ്പോൾ എനിക്ക് വിഷ്വൽ പാറ്റേൺസ് ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ തന്നെ തീരുമാനിച്ച്. പക്ഷേ മീശമാധവനിലെ കുറച്ച് നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു. അത് വില്ലേജ് ആയതുകൊണ്ട് അത് പറ്റുമായിരുന്നു. പക്ഷേ ഇവർ എങ്ങനെ, എനിക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ ആൻഡോ വീണ്ടും വിളിക്കുന്നു, ആൻഡോ ഇത് ഹ്യൂമർ ഫിലിമാണെങ്കിൽ ഈ കടലിൽ ഭയങ്കര റിസ്കി ഷൂട്ടിങ്ങാണ് എന്ന് അല്ല ലാൽ ജോസിൽ സംസാരിക്കണം. ലാൽ ജോസ് ഉടനെ മീറ്റ് ചെയ്യണം. അപ്പം കൊച്ചി വരാൻ പറഞ്ഞ് ഞാൻ വീണ്ടും കൊച്ചിയിൽ പോയി. അതാണ് ചാന്തുപൊട്ട്, ആ പടത്തിൻ്റെ പേരാണ് ചാന്തുപൊട്ട്.
കഥ നേരത്തെ കേട്ടിരുന്നെങ്കിലും അതിൻ്റെ കറക്റ്റ് ചാന്തുപ്പൊട്ടാണ് എന്ന് മനസ്സിലായി. ഇത് എനിക്ക് അപ്പം ഒരു ടെൻഷൻ എന്താണെങ്കിൽ എന്നെക്കൊണ്ട് എത്ര വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര റിസ്ക് അല്ലേന്ന് തോന്നിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഡയറക്ടറെ തന്നെ ചോദിച്ചു, ലാലെ ഒരു സംശയമുണ്ട്, ഒന്ന് ചോദിക്കട്ടെ, ഒന്നും വിചാരിക്കരുതെന്നു. കാരണം ഞാൻ ആദ്യം വർക്ക് ചെയ്യാത്ത ഒരു ഡയറക്ടർ ആയതുകൊണ്ട് അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ദിലീപാണ് നായകൻ. ദിലീപിൻ്റെ പടങ്ങളൊക്കെ അറിയാമല്ലോ, ഹ്യൂമർ ഓറിയൻറ്റഡ് ഫിലിംസാണ്. പക്ഷേ മീശ മാധവൻ വേറെ ഒരു ട്രീറ്റാണ്. ഇതിന് മുമ്പേയും ദിലീപിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു വിഷ്വൽ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഫിലിം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കടലായതുകൊണ്ട് ഭംഗിയായിട്ട് കാണിച്ചില്ലെങ്കിൽ ചീത്തപ്പേരും ഉണ്ടാവുമല്ലോ എന്ന് ആർക്കും ചോദിച്ച്. എനിക്ക് അതെന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ഈ 2 പടങ്ങൾ റെഫറൻസ് പറഞ്ഞു, അമരവും ചെമ്മീനും ഇരിക്കുന്നത്. അതിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ കുറച്ച് നീറ്റ്നെസ് വേണ്ടായിരുന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ രാവിലെ ഷൂട്ടിങ് തുടങ്ങണം, 6 മുതൽ 10 വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡോഴ്സൊക്കെ ചെയ്യാം. ഉച്ചയ്ക്ക് 2:30 മണിക്ക് ശേഷം വീണ്ടും നമ്മൾ സീ സൈഡ് പോവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കളർ മാച്ചിങ്ങും ലൈറ്റിങ് ക്രോസ് ലൈറ്റ്സൊക്കെ കിട്ടുക. ടോപ്പ് ലൈറ്റ്, നമ്മൾ സൺലൈറ്റ് നേരെ തലയുടെ മേളിൽ വരുന്ന ടോപ്പ് ലൈറ്റ് പറയും, ആ ടോപ്പ് ലൈറ്റ് ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദിലീപ് നോർമലി വരുമ്പോൾ 9-10 ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ചെയ്യാം. നമ്മൾ സീൻസ് ഡിവൈഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലാനിങ് ചെയ്ത്, പിന്നെ ഞാൻ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി. ആ റൂമിൽ തന്നെ താമസിച്ച് ഡെയിലി വന്നിട്ട് നമ്മൾ മോർണിംഗ് ഏതെടുക്കണം, ഈവനിങ് ഏതെടുക്കണം എല്ലാം ഡിവൈഡ് ചെയ്ത് പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത്. കാരണം എല്ലാ ഫിലിമിലും ഞാൻ സെൽഫ് ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഇതിലും സെൽഫ് ഹോംവർക്ക് ചെയ്തിട്ട് അവരുടെ സജഷൻ പറഞ്ഞപ്പോൾ ലാൽ ഒന്നും, ബിക്കോസ് വിഷ്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. അങ്ങനെ എല്ലാം തുടങ്ങാറുണ്ട്. ഫസ്റ്റ് ഡേ നമ്മളെല്ലാവരും രാവിലെ സെറ്റിൽ പോയിട്ട് 6 മണിക്ക് നമ്മളെല്ലാം റെഡിയായി പോയി ഇരുന്ന് ഷോട്ടൊക്കെ വെച്ച് എല്ലാം റെഡിയായിരിക്കുന്നത്. അന്ന് ഫസ്റ്റ് ഡേ തുടങ്ങുന്നത് 11:35. ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. 11:35 ആകുമ്പോൾ നട്ട് ഉച്ചയ്ക്കാണ് ഈ ബീച്ചിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ എവിടെ നിന്നോ ഒരു ക്ലൗഡ് വന്ന്, ആ ക്ലൗഡ് വന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തപ്പം ആ ഷോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ആ ഷോട്ട് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഡെയിലി ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട്, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം പേടി കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. കടൽ ഇത്ര മോശമായിട്ട് കാണിച്ചു. അതിന് മുമ്പ് ഒരു കടൽ ഫിലിം വന്നപ്പം അതിൻ്റെ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞു. പക്ഷേ ഞാനത് വിട്ടു. കാരണം പുള്ളി കഥ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി വിഷ്വൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു കടൽപ്പടം അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ സീ സൈഡിൽ നടക്കുന്ന പടങ്ങൾ ചെയ്യാൻ 2 ഓപ്പർച്യൂണിറ്റി ഞാൻ വിട്ട്. കാരണം അതാണ്, ഇതിനു മുമ്പ് ഈ 2 പടങ്ങൾ കണ്ടതുകൊണ്ടാണ്. അപ്പം ഇത് ലാൽ ജോസ് പറഞ്ഞ് നാളെ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാണ്. അടുത്ത ദിവസം നമ്മൾ രാവിലെ ഇതേപോലെ 7 മണിക്ക് പോയി. ദിലീപ് അന്നും 10 മണിക്കാണ് വന്ന്. കാരണം പുള്ളി ഭയങ്കര ബിസി പീരിയഡാണ്. നല്ല പീക്കിലിരിക്കുന്ന ആക്ടർ പീക്കിലിരിക്കുമ്പോൾ ഒരു ദിലീപിൻ്റെ റൂമിൽ നോക്കിയാൽ ഒരു 10 ഡയറക്ടേഴ്സ് വന്ന് കാണും. ഈവനിങ് വരും, മോർണിംഗ് വരും. സോ ഈസ് ഓവർ പാക്ഡ്. അപ്പോൾ തനിച്ച് വിളിച്ചു. അടയപ്പന ഒരു റിക്വസ്റ്റ് ഉണ്ട് ദിലീപിന്, ഈ പടം ചെയ്യുകയാണെങ്കിൽ 7 മണി തുടങ്ങിയില്ലെങ്കിൽ പിന്നെ വേസ്റ്റാണ്. ഈ പടം ഒരു ഹ്യൂമർ ഉണ്ടാവും, പക്ഷേ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ഒന്നും ഉണ്ടാവില്ല, ബ്ലീച്ചായിരിക്കുന്നു. കാരണം ഞങ്ങൾ തുടങ്ങിയത് മെയ് മാസമാണ്. മെയ് മാസം സണ്ണ് ബ്ലീച്ചാണ്, മറ്റേ സമ്മറാണ്. ഗ്രൗണ്ട് ബ്ലീച്ച്, സ്കൈ ബ്ലീച്ച്, വാട്ടർ പോലും ഒരു 10 മണി കഴിഞ്ഞാൽ കടൽ ഫുള്ള് ഗ്രേയിഷ് ടോണായിപ്പോവും. ആ ബ്ലൂവിൽ നിന്ന് ഗ്രേയിഷ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഗ്ലെയർ വരും. അപ്പോൾ ഒരിക്കലും കടലിൻ്റെ കളറേ കാണാം. ബ്ലൂ എന്ന് പറയുന്ന നീലം എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടാവില്ല. അപ്പോൾ സ്കൈലൈനിലെ ഗ്രൗണ്ടിൽ ബ്ലീച്ചാണ്. അപ്പോൾ മൊത്തത്തിൽ വേസ്റ്റായിട്ട് പോകും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് സജഷൻ പറഞ്ഞപ്പം ദിലീപ് പറഞ്ഞ് ഞാൻ വരാൻ. അങ്ങനെ ദിലീപ് 7 മണിയൊക്കെ വരാൻ തുടങ്ങി. ദിലീപ് വന്നില്ലെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് പോകും. ഞാനും ലാൽ ജോസും എണീറ്റ് അത് സ്റ്റാമിന കിട്ടാൻ വേണ്ടി ഞങ്ങൾ രാവിലെ 3:45 അലാറം വെച്ചിട്ട് കിടന്നിട്ട് 2 പേര് യോഗ ക്ലാസ് നടത്തി. ഒരു മാസ്റ്റർ കൊണ്ടുവന്ന് യോഗ ട്രെയിനിങ് എടുക്കുക. അത് മുമ്പ് പടം തുടങ്ങും മുമ്പ് തന്നെ യോഗ ട്രെയിനിങ് റൂമിൽ വെച്ച്. അപ്പം 3:45 ഞങ്ങൾ 2 അലാറം വെച്ചിട്ട് എണീറ്റ് അവിടെ വരുമ്പോൾ യോഗ മാസ്റ്റർ 4 മണിക്ക് ഉണ്ടാവും. കുറേ എക്സസൈസ്
യോഗയുടെ ഒരു 4:30 4:45 വരെ ഉണ്ടാവും. പിന്നെ കുളിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ ഒരു 5:30ക്ക് ഞാനും ലാലും അവിടെ പോയി ഇരിക്കും. ഇരുന്നിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല ഷോട്ടുകളും ദിലീപ് ഇല്ലാതെ പോർഷൻസ്, ആക്ടർ ലാലുള്ള പോർഷൻസ് ഇതെല്ലാം ഏർലി മോർണിംഗ് ഷൂട്ട് ചെയ്യും. പിന്നെ ഫാമിലിയിൽ നടക്കുന്ന ലേഡി ആക്ടർ, ഫീമെയിൽ ആക്ടേഴ്സ് എല്ലാവരും ഏർലി മോർണിംഗ് വരും. സോ അങ്ങനെ ആ പടം പോയി. എന്നാലും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഹെവി സൺലൈറ്റ് ഭയങ്കര ബ്രൈറ്റായിപ്പോയി. അൺകൺട്രോൾ എന്ന് പറയാം, അത്രയ്ക്ക് ലൈറ്റിംഗ് ഇൻറ്റൻസിറ്റി കൂടിയപ്പം പിന്നെ ഒരുപാട് ഫിൽറ്റേഴ്സ് അന്ന് മോണിറ്റർ എന്ന് പറയുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അത് ക്വാളിറ്റി ഇല്ലാത്ത മോണിറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിലൊന്നും കാണാൻ പറ്റില്ല, റെസൊല്യൂഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എടുക്കുന്ന വിഷ്വലുക്കും നമ്മൾ ഇതിൽ കാണുന്ന വിഷ്വലും ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരു കല്യാണ കവറേജ് പോയപ്പോഴും നല്ല വിഷ്വൽസ് കിട്ടും, പക്ഷേ ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് അത് അത്രയ്ക്ക് ഒരു മോഡേണൈസ് ചെയ്തിട്ടില്ല ഇലക്ട്രോണിക് സിസ്റ്റം. അപ്പോഴാണ് ഈ IPSൽ കാണുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. കാരണം ഈ സൺലൈറ്റിൻ്റെ ഗ്ലെയർ ഗ്രൗണ്ട് കട്ട് ചെയ്യണം, സ്കൈ കട്ട് ചെയ്യണം, പിന്നെ അതിൽ വരുന്ന ആവശ്യമില്ലാത്ത റിഫ്രാക്ഷൻ കട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ പോളറൈസർ, ND ഫിൽറ്റേഴ്സ്, പിന്നെ ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ പല ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ണ് IPSൽ നോക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ഇൻഡസ്റ്റൻസ് മാത്രം മനസ്സിലാവും എന്താ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ പടം ചെയ്തത്. പക്ഷേ അത് പിന്നീട് റിലീസായപ്പം കിട്ടിയ റിസൾട്ട് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. എനിക്ക് ഡൗട്ടില്ല, പക്ഷേ എന്നാലും ഒരു പേടി ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. പള്ളിയുടെ മുമ്പ്, ഇടത്തുവ പള്ളിയുടെ മുമ്പ് പ്ലസ്സിൽ നിന്നിട്ട് ഭയങ്കര പൊട്ടിക്കരയാണ്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. ഒരു കുട്ടി കരയുന്ന പോലെയാണ്. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ട് 2 കൈ വെച്ചിട്ട് നിന്ന് കരയുമ്പോൾ നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുക. ഞാൻ അവിടെ വെള്ളത്തിൽ നിന്ന് തന്നെ പൊക്കി കൊണ്ടുവന്ന് ഞാൻ വരുമ്പോൾ ബ്ലസ്സിയുടെ കരച്ചിൽ കേൾക്കുന്നു. എന്നിട്ട് ഞാൻ അടുത്ത് വന്നു, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് വന്നു, എല്ലാവരും വന്ന് ബ്ലസ്സിയെ ഹോൾഡ് ചെയ്തു. ബ്ലസ്സിയുടെ എന്താ പറയുക, ഫസ്റ്റ് ഫിലിമാണ്. എത്രയോ സ്ട്രഗിളിങ് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ പറ്റിയത്.